സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഓരോ ആൾക്കാർക്കൊക്കെ മെഡിക്കൽ ട്രീറ്റ്മെന്റിനൊക്കെ ആയിട്ട് കോടിക്കണക്കിന് രൂപ ആവശ്യം വരുന്നു. ഈ ഒരു രൂപ ഇല്ലാത്തത് കൊണ്ട് ഫണ്ട് റേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പൊ സ്ഥിരമായിട്ട് കണ്ടുവരുന്നതാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ ഒരു ഇന്ത്യൻ മെഡിക്കൽ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ പറ്റിയൊക്കെ ഇപ്പോൾ ചില പ്രത്യേക തരം ട്രീറ്റ്മെന്റുകൾക്കൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപയൊക്കെ പേ ചെയ്യേണ്ട അവസ്ഥ വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹു ക്യാൻ പേ ദിസ്? മുകേഷ് അംബാനിയെ പോലെയോ അല്ലെങ്കിൽ യൂസഫ് അലിയെ പോലെ അല്ലെങ്കിൽ സെലിബ്രിറ്റീസിനെയൊക്കെ പോലെ അല്ലാതെ നമ്മുടെ ഇന്ത്യൻ പോപ്പുലേഷനിൽ ആവറേജ് ആയിട്ടുള്ളവരും ബിലോ ആവറേജ് ആയിട്ടുള്ളവരുണ്ട്, എബ്രോഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്, ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. എന്നാൽ പോലും ഇവരെ കൊണ്ടൊന്നും ഒറ്റ ദിവസം കൊണ്ട് ഈ പറയുന്ന കോടിക്കണക്കിന് രൂപയൊന്നും അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. ഇപ്പോൾ യൂറോപ്പിലൊക്കെ, ഇപ്പൊ ഞാൻ ജീവിക്കുന്നത് ജർമ്മനിയിലായതുകൊണ്ട് ഇവിടുത്തെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മുടെയൊക്കെ കിട്ടുന്ന സാലറിയിൽ ഒരു ഭൂരിഭാഗം നമ്മളെ ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടിയാണ് പേ ചെയ്യുന്നത്. ശരിക്കും ഞാനൊക്കെ ഇവിടെ വന്ന ടൈമിൽ ഞാൻ ആലോചിക്കുമായിരുന്നു എന്തിനു വേണ്ടി ഇത്ര എമൗണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് നമ്മുടെ സാലറി എന്നൊക്കെ പിടിക്കുന്നത്, അതിന്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ. പക്ഷേ കമ്മിങ് ടു ദ റിയൽ ഫാക്ട്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഇസ് ബിക്കമിങ് ലക്ഷറി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ അഫോർഡബിൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ പോകുന്നു. പക്ഷേ ഈ അഫോർഡബിൾ ട്രീറ്റ്മെന്റ് കിട്ടാനായിട്ട് വരുന്ന ജനങ്ങൾ, പേഷ്യന്റ് ലോഡ് കാരണം നമുക്ക് പ്രോപ്പർ മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ? പ്രോപ്പർ ടൈമിൽ പ്രോപ്പർ മെഡിക്കൽ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൽ പോയാലോ ബില്ലുകൾ പേ ചെയ്യാനുള്ള ഡിലേ കാരണം നമുക്ക് അവിടെ മെഡിക്കൽ അറ്റൻഷൻ ഡിലേ ആവുന്നു. അപ്പൊ രണ്ടിടത്തെയും മെയിൻ ചാലഞ്ച് എന്ന് പറയുന്നത് മണിയാണ്. ഇപ്പോൾ ഒരുപാട് ഗവൺമെന്റ് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഉണ്ട്, മെഡിസെപ്പ് അങ്ങനെയുള്ള പലതരം സ്കീമുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും എല്ലാ അസുഖങ്ങൾക്കും ഇല്ലെങ്കിൽ എല്ലാ ഹോസ്പിറ്റൽസിലും കവറബിൾ ആവില്ല. കവർ ആയാൽ പോലും ഒരു ഇത്ര പെർസെന്റേജ് ആയിരിക്കും കവർ ആകുക, ബാക്കി നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പേ ചെയ്യണം. ഞാനിതൊരു കംപ്ലൈന്റ് ആയിട്ട് പറയല്ല, പക്ഷെ ഇതാണ് റിയാലിറ്റി. നമ്മുടെ ഒരു രാജ്യത്ത് പബ്ലിക് റോഡുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആണ് അഫോർഡബിൾ ആയിട്ടുള്ള മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫെസിലിറ്റീസ് എന്ന് പറയുന്നത്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഹെൽത്ത് കെയർ എന്നത് മണിയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു പ്രിവിലേജ് അല്ലാതിരിക്കട്ടെ. ഗവൺമെന്റ് സിസ്റ്റവും അതുപോലെ പ്രൈവറ്റ് സിസ്റ്റവും ഒക്കെ ഒരുപോലെ നമുക്ക് ഈക്വലി അഫോർഡബിൾ ആയിട്ടും അതുപോലെ ടൈംലി ട്രീറ്റ്മെന്റ് കിട്ടാൻ പറ്റണം. ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതുപോലെ ലക്ഷക്കണക്കിന് രൂപ ലൈഫ് സേവ് ചെയ്യാനായിട്ട് ഫണ്ട് റേസ് ചെയ്യുന്നതൊക്കെ ഒരു വലിയ ഹ്യൂമാനിറ്റി തന്നെയാണ്. അതിനൊരു വലിയ ബിഗ് റെസ്പെക്ട്. പക്ഷെ ഭാവിയിൽ ഇനി ആൾക്കാർക്ക് ഇതുപോലത്തെ ലക്ഷക്കണക്കിന് രൂപയൊക്കെ ട്രീറ്റ്മെന്റിനായിട്ട് വരാതെ കുറച്ചുകൂടി സിസ്റ്റം സ്ട്രോങ് ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദിസ് ഇസ് ജസ്റ്റ് ഓൺലി മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അപ്പൊ അത്രേ ഉള്ളൂ.